നമസ്കാരം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. പ്രതിയെ കേരളത്തിൽ നിന്ന് കടത്താൻ അടുത്ത ബന്ധുക്കളും കൂട്ടുനിന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടെ നവവധുവിൻ്റെ മൊഴിയുടെ സമ്പൂർണ്ണ വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിനിടെ ഈ രാഹുൽ വിദേശത്തേക്ക് കടന്നുവെന്ന് ഏതാണ്ട് ഉറപ്പാകുന്നു. ഭർത്താവ് തന്നെ ആദ്യമായി മർദ്ദിച്ചത് ഈ വരുന്ന 12-ാം തീയതി, ഈ പോയ 12-ാം തീയതി പുലർച്ചെയാണ് എന്നാണ് മൊഴി. മറ്റൊരു യുവതിയെ രജിസ്റ്റർ മാരേജ് ചെയ്തത് മറച്ചുവെച്ച് രണ്ടാം വിവാഹം ചെയ്ത വില്ലനാണ് രാഹുൽ എന്നാണ് പറയപ്പെടുന്നത്. രാഹുലിൻ്റെ സംശയരോഗത്തെ വിശദീകരിക്കുന്നതാണ് യുവതിയുടെ മൊഴി എന്നുള്ളത്. അതിനിടെ വിഷയത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. സർക്കാരിനോട് രാജ്ഭവൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടുന്ന ഒരു സ്ഥിതിവിശേഷവും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കും. പെൺകുട്ടിയുടെ മൊഴിയിൽ രാഹുലിൻ്റെ അമ്മയ്ക്കെതിരെ വരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഭർത്തൃമാതാവും സുഹൃത്തും ഭർത്താവും ഒരുമിച്ചിരുന്ന് മദ്യപാനമുണ്ടായിരുന്നു. തുടർന്ന് തന്നെ നിർബന്ധിപ്പിച്ച് അവർ ബിയർ കുടിപ്പിച്ചിരുന്നു. മദ്യം കഴിച്ച് ശീലമില്ലാത്തതിനാൽ താൻ ഛർദ്ദിക്കുകയായിരുന്നു. തന്നെ മർദ്ദിക്കുമ്പോൾ തൊട്ടടുത്ത മുറികളിൽ പോലും ആളുകൾ ഉണ്ടായിരുന്നുവെന്നും ആരും വന്ന് തിരക്കിയില്ല എന്നും കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഭർത്തൃമാതാവ് തന്നോട് സംസാരിക്കുന്നില്ല എന്ന് പരാതി പറയുകയും ചെയ്തിരുന്നു. ഇക്കാര്യം കൂടി പറഞ്ഞാണ് തന്നെ 12-ാം തീയതി പുലർച്ചെ രാഹുൽ മർദ്ദിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. രാഹുലിന് കൂടുതൽ സ്ത്രീധനത്തിന് അർഹതയുണ്ട് എന്നും പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും കൂടി തരുമോ എന്ന് ചോദിച്ചുവെന്നും ഈ പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. വിവാഹ ദിവസം തന്നെ തൻ്റെ ഫോൺ വാങ്ങി വെച്ചുവെന്നും തനിക്ക് സുഹൃത്തുക്കൾ അടക്കം അയച്ച മെസ്സേജുകൾ, ആ മെസ്സേജുകളടക്കം കൈകാര്യം ചെയ്തത് ഭർത്താവാണെന്നുമാണ് യുവതിയുടെ മൊഴി. മുൻപ് വിവാഹാലോചന വന്ന യുവാവ് അയച്ച സന്ദേശവും ഭർത്താവ് ചോദ്യം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ സന്ദേശത്തിൻ്റെ കാര്യം പറഞ്ഞ് തന്നെ മർദ്ദിച്ചുവെന്നും തന്നെ മർദ്ദിച്ച വിവരമറിഞ്ഞിട്ടും മാതാവ് ഒന്നുപോലും തിരക്കിയില്ല എന്നും യുവതി നൽകിയ 8 പേജുള്ള മൊഴിയിൽ പറയുന്നുണ്ട്. അതിനിടെയാണ് രാജ്ഭവനൊക്കെ കേസിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. പ്രതിയായിട്ടുള്ള രാഹുൽ വിദേശത്തേക്ക് കടന്നു എന്നുള്ള വസ്തുതയും സജീവ ചർച്ചകളിലുണ്ട്. വിഷയത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് തേടിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും റിപ്പോർട്ട് ലഭിച്ച ശേഷം പെൺകുട്ടിയെ കാണാൻ പോകുന്നതിൽ തീരുമാനമെടുക്കുമെന്നുമൊക്കെ ഗവർണർ പറയുന്നുണ്ട്. അപ്പോൾ ഗവർണർ ഇതുമായി മുന്നോട്ട് പോവുകയാണ്. വിഷയം സംസാരിക്കേണ്ടി വരുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നും സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമെന്നാണ് ഗവർണർ പറയുന്നത്. പ്രതിയായിട്ടുള്ള രാഹുൽ പി ഗോപാലിനായിട്ടുള്ള അന്വേഷണം വിദേശത്തേക്ക് നീങ്ങുകയാണ്. രാഹുൽ നിലവിൽ സിംഗപ്പൂരിലേക്ക് കടന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. ഇയാളെ കണ്ടെത്താനായി കേരള പോലീസ് ഇന്റർപോളിൻ്റെ സഹായം വരെ എത്തിയിട്ടുണ്ട്. ഇരയുടെയും കുടുംബത്തിൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ പേരെ കൂടി പ്രതി ചേർക്കപ്പെടും. കേസിൽ ലഭ്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുകയാണ്. ഇതിനിടെയാണ് കേസിൽ പ്രതി രാഹുലിൻ്റെ കുടുംബാംഗങ്ങളെ ഫറോക്ക് പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യം ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നുമുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ക്രിമിനൽ നടപടിക്രമം 164 അനുസരിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുവാനുള്ള അപേക്ഷ പോലീസ് ഉടൻ നൽകുകയാണ്. കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. മെയ് 5-നാണ് പറവൂർ സ്വദേശിയായിട്ടുള്ള യുവതിയും കോഴിക്കോട് പന്തീരാങ്കാവ് വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് വിവാഹിതരായത് എന്നുള്ളതാണ്. രാഹുൽ ജർമ്മനിയിൽ എഞ്ചിനീയറും ഒപ്പം തന്നെ യുവതി എന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയുമാണ്. വിവാഹാനന്തര ചടങ്ങായിട്ടുള്ള അടുക്കള കാണലിന് ഞായറാഴ്ച യുവതിയുടെ മാതാപിതാക്കളും ഒപ്പം തന്നെ മറ്റ് ബന്ധുക്കളുമൊക്കെ രാഹുലിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് യുവതിയുടെ മുഖത്തും കഴുത്തിലുമായി മർദ്ദനമേറ്റ പാടുകൾ കാണുന്നത്. അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം യുവതി ബന്ധുക്കളോട് പറയുന്നത്. ഞായറാഴ്ച തന്നെ യുവതിയെ ബന്ധുക്കൾ പറവൂരിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ഈ സംഭവം വിവാദമായതോടുകൂടിയാണ് രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസമാണ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് ചുമത്തിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പെൺകുട്ടിയുടെ പരാതി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ SHO ആയിട്ടുള്ള സരിനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കേസിലെ അന്വേഷണ ചുമതല ഫറോക്ക് ACPക്ക് കൈമാറുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇവിടെ ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ട് രാഹുലിൻ്റെ ഭാര്യയായിട്ടുള്ള യുവതിക്കും ഇതിനകത്ത് ഇപ്പോൾ വളരെ വലിയ പരാതികൾ വന്നിട്ടുണ്ട്. അത് രാഹുലിനെതിരെയും ഒപ്പം തന്നെ പോലീസുകാർക്കെതിരെയും വന്നിട്ടുണ്ട്. ആ പോലീസുകാർക്കുള്ള നടപടിയെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് ഇത്ര ധൃതി പിടിച്ചായിപ്പോയോ ആഭ്യന്തര വകുപ്പ് ചെയ്തത് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും മുഖം രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസുകാരനെ തന്നെ കുരുതി കൊടുക്കുന്ന അല്ലെങ്കിൽ ബലി കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് CI സരിനെ
സസ്പെൻഡ് ചെയ്തത് എന്നുള്ളൊരു വാർത്ത ഞാൻ ചെയ്തിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ ഇടപെടലാണോ അതോ ഈ രാഹുലിൻ്റെ ഇടപെടലാണോ? രാഹുലിൻ്റെ മാനസികാവസ്ഥയിൽ തന്നെ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് തന്നെയാണ് ആ യുവതി നൽകുന്ന മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംശയരോഗം ഇത്രത്തോളം കഠിനമായിട്ടുള്ള ഒരു യുവാവ് ഒരു യുവതിയെ ഇത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്ര ദിവസത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. ഈ പന്തീരാങ്കാവിൽ ഈ ബന്ധുക്കളും അച്ഛനും അമ്മയും അടക്കമുള്ളവർ വരുമ്പോഴാണ് ഈ യുവതിക്ക് പരിക്കേൽക്കുന്നതും അക്രമം നടന്നുവെന്നും പീഡനം നടന്നുവെന്നുള്ള വിവരമറിയുന്നതും അവർ അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അവിടെ നിന്ന് അന്നത്തെ ദിവസം തന്നെ, അതായത് ഞായറാഴ്ച തന്നെ അവരുടെ സ്വന്തം പറവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് ഇന്ന് ആ കുട്ടി ജീവനോടെ ഇരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റൊരു ആക്രമണവും മറ്റൊരു ആത്മഹത്യയോ കൊലപാതകമോ ചിലപ്പോൾ പന്തീരാങ്കാവിൽ നടന്നേനെ. അത് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആ കുട്ടിക്ക് ആശ്വാസമായിട്ടുള്ളത്. പക്ഷേ ഇതുപോലുള്ള നരാധമന്മാരെ, രാഹുലിനെ പോലുള്ള നരാധമന്മാരെ കൃത്യമായി നിയമ സംവിധാനത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. വളരെ കഠിനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇനിയും ഇങ്ങനെ സ്ത്രീധനത്തിൻ്റെ ആണെങ്കിലും സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിൻ്റെ പേരിലാണെങ്കിലും സ്ത്രീ പീഡനത്തിൻ്റെ പേരിലാണെങ്കിലും ഇനി ഒരു സ്ത്രീക്കും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു ശ്രമം എങ്കിലും നടത്തുവാൻ ഈ ആഭ്യന്തര വകുപ്പിന് കഴിയണം. ആ വകുപ്പ് കൈയാളുന്ന മന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമൊക്കെ അതിന് ശ്രദ്ധിക്കണം. ഇനിയൊരു വിസ്മയെ കൂടി താങ്ങുവാനുള്ള കരുത്ത് ഈ കേരളത്തിലില്ല എന്ന് പറയട്ടെ.